എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ചോയ്സ് ഗാർഡൻ വരെ വന്നിരിക്കുകയാണ്. ടോക്കച്ച് സ്കൂളിൻ്റെ അടുത്താണ്, ജിംഖാന ക്ലബിൻ്റെ അടുത്താണ്. ചോയ്സ് ഗാർഡനിൽ വന്നു വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ നൻപൻ ഷിജുവിൻ്റെ 4 ഗസ്റ്റ് ഹൗസ്. ഷിജു നോക്കുന്ന ഗസ്റ്റ് ഹൗസ് ഇവിടെയാണ്, SBI ബാങ്കിൻ്റെ. അപ്പോൾ ഷിജുവിനെ കാണാം, വിശേഷങ്ങൾ തിരക്കാം, അങ്ങനെ വന്നിരിക്കുകയാണ്. Hello, welcome. ഹായ് പാറു. ഹായ്. എവിടെ പോയി? അവനോട് പോയി സ്കൂളിൽ പോയാ? ഇവക്ക് അവധിയാണെന്ന്. അമ്മ എന്ത് ചെയ്യും? അമ്മ സ്കൂളിൽ പോയി. അവിടെ ഗിത്താറൊക്കെ ഉണ്ടല്ലോ. സംഗീത കുടുംബല്ലേ, കണ്ടില്ല ഒരാൾ കിടന്നടിക്കുന്നത്. ഇത് പൂജാമുറി, ഇത് ഡൈനിങ് ഹാൾ. കിച്ചൺ ലൈറ്റ് ഇടാൻ ഷൂട്ട് കാണും. കിച്ചൺ കിച്ചൺ ഡേർട്ടി കിച്ചൺ, ഷെഫിന്റെ കിച്ചൺ, ഡേർട്ടി കിച്ചൺ. അത്രയും മതി. ഇതാണ് വീട്ടിലെ കോസ്റ്റ്യൂം. വീട്ടിലെ കോസ്റ്റ്യൂം ആണ്. ഞാനിപ്പോ പുറത്ത് വന്നു, പിന്നെ ഇത്രയും ദിവസം മഴയല്ലായിരുന്നു. ഇതെങ്ങനെ സഹിക്കുന്നത്? അതിന്റെ പരിപാടികളൊക്കെ തന്നെ. ഇനിയിപ്പോ ഇവിടെ പൊട്ടിപ്പോവും. ഇതെന്താ വേണ്ട കുടിക്കാൻ? ഇതല്ലേ കുടിക്കാൻ? കുടിക്കാൻ ജഗ്ഗിൽ തിളപ്പിച്ചാറിയ വെള്ളമുണ്ട്. മഴക്കാലല്ലേ, മതിയോ? മതി. എന്ത് ചെയ്യുന്നു? വൈകാതെ തണ്ണിമത്ത് വന്നിരിക്കുക, കഴിക്കാൻ. കഴിച്ചോ മതി. അങ്ങനെ നമ്മൾ പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയത് പുറകിൽ ഷിജു തന്നെ ചെറിയ വാഴ, അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇഞ്ചി നട്ടിട്ടുണ്ട്. അതൊക്കെ എന്തായാലും നോക്കാൻ വേണ്ടി ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു. വാഴ ഏകദേശം കുറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റ് ചെടികളുണ്ട്, അതോടൊപ്പം തന്നെ ഇഞ്ചി, അങ്ങനെയുള്ള കരിവേപ്പില, അതേപോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ, ചേമ്പ്, ഇതൊക്കെ നട്ടിട്ടുണ്ട്. എന്തായാലും കർഷകനെ പഠിക്കുക. ഇതൊക്കെ ഇഞ്ചിയാണ്. അങ്ങനെ വർഷത്തിൽ വല്ലപ്പോഴും എടുക്കുന്ന കാർ, അന്ന് വല്ലപ്പോഴും അനങ്ങുള്ളൂ. സേഫായിട്ടിരിക്കട്ടെ. DLFിൻ്റെ ഫ്ലാറ്റാണ് അപ്പുറം കാണുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടത്താൻ വേണ്ടി പുറത്തൊരു പാർക്കുണ്ട്. അവിടെ ചെറിയ സ്റ്റേജ്, അപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഹലോ, ഇവിടെ നോക്കൂ. മാവ് നല്ല സെറ്റപ്പാണല്ലോ. നല്ലൊരു അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് എന്താ പറയുക, കായലുണ്ട്. കായലിൻ്റെ തീരത്ത് വൈകുന്നേരം വന്നിരിക്കാം, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കാരണം പുള്ളി 10-15 വർഷമായിട്ട് ബാങ്കിൻ്റെ ഈ എല്ലാ ഗസ്റ്റ് ഹൗസും ഏറ്റെടുത്ത് നടത്തുന്നതാണ്. അപ്പോൾ അതിലൊരെണ്ണം ഫാമിലി സ്റ്റേ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിവിടെ വരാറുണ്ട് കേട്ടോ. കാരണം ഇവിടെ വന്നിരുന്നാൽ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ്, നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കളിൽ വളരെ കുറച്ച് പേരെ മാത്രമേ ഇങ്ങനെ ഞങ്ങൾ ആ ബന്ധം കീപ്പ് ചെയ്യാറുള്ളൂ. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇവിടെ വന്ന് ഞാൻ അവൻ്റെ കൂടെ തന്നെ വല്ലപ്പോഴും പുറത്ത് കറങ്ങാൻ പോകാനായാലും ശരി, പടത്തിന് പോകാനായാലും ശരി, ഒരു ഫാമിലിയായിട്ട് അങ്ങനെയാണ് ചെയ്യുക. ഞങ്ങൾ കൊച്ചിലെ നമ്മൾ ചെറുപ്പം മുതലേ ഉള്ളൊരു സൗഹൃദമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 40-45 എന്താ പറയുക
30-35 വർഷത്തിന് മേലെ ആ സൗഹൃദം നീണ്ടുപോകും. 40 വർഷത്തോളമായി തോന്നുന്നു ഏകദേശം. എന്തായാലും അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ, പ്രാർത്ഥിക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ എന്താ പറയുക, പുതിയ വീഡിയോ വിശേഷങ്ങളൊക്കെ ഞാൻ വീണ്ടും വരാം. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. താങ്ക് യു, ബൈ. നിന്റെ അച്ഛനെ സമർപ്പിക്കുന്നു. അയ്യോ